ഇതാണ്ട 1,50,000 രൂപ വില ഉണ്ടെന്ന് പറയപ്പെടുന്ന വാടാർ മഞ്ഞള്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് വെരിഗേറ്റഡ് ബുഷ് ഓറഞ്ച് ആണ്. സാധാരണ നമ്മ ബുഷ് ഓറഞ്ച് പച്ച ബുഷ് ഓറഞ്ച് അല്ലേ കണ്ടേക്കണത്, ഇല പച്ചയായിട്ടുള്ളത്. ഇതിന്റെ ഇലകൾ കണ്ടില്ലേ, നല്ലൊരു അലങ്കാര ചെടിയായിട്ടൊക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ്. കണ്ട വീട്ടുമുറ്റത്തും ചെടിച്ചട്ടിയിലൊക്കെ. ഇതാണ് ഇസ്രായേൽ ഓറഞ്ച്. കണ്ട ഇസ്രായേൽ ഓറഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇത് കണ്ട ഫ്ലവർ ചെയ്തേക്കണണ്ട. ഇത് നമുക്ക് വെറുതെ പൊട്ടിച്ചിട്ട് നമുക്ക് തോലിയപ്പാടെ കഴിക്കാം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള കണ്ട നല്ല ടേസ്റ്റാണ്. എൻ്റെ പേര് സുൽഫത്ത് മൊയ്തീൻ. എറണാകുളം ജില്ലയിൽ എടവനക്കാട് പഞ്ചായത്തിലാണ് എൻ്റെ വീട്. ഞാനൊരു 32 വർഷത്തോളം ഈ കൃഷിയൊക്കെ തുടങ്ങിയിട്ട്. അപ്പം ആദ്യം നമ്മ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് തുടങ്ങിയ കൃഷിയാണ്. ഞങ്ങൾ ആദ്യം പറമ്പിലും ടെറസിലൊക്കെ ആയിട്ട് കൃഷി തുടങ്ങി. ഒരു 2007 ആദ്യമായിട്ട് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു അവാർഡ് തന്ന് എന്നെ ആദരിച്ചത്. അപ്പോൾ ആ അവാർഡ് കിട്ടിയ പിന്നെ എനിക്ക് കൂടുതൽ കൃഷി അതൊരു നല്ലൊരു പ്രചോദനമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞാൻ ഒരുപാട് കൃഷികൾ തൊട്ട് വീടിനോട് ചേർന്നുള്ള പറമ്പിലൊക്കെ കൃഷി തുടങ്ങി. അങ്ങനെ എനിക്കിപ്പോൾ 64 അവാർഡ്, 2 സ്റ്റേറ്റ് അവാർഡ് 2019 2020 കിട്ടിയിട്ടുണ്ട്. അതുകൂടാണ്ട് 64 അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവാർഡ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഇത്രയും അവാർഡുകൾ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഠിന പ്രയത്നം ചെയ്താൽ മാത്രമേ വിജയിക്കാൻ പറ്റൂ. ഇതാണ് ടടതാപ്പ്. പടതാപ്പൊക്കെ നന്യ നിന്ന് പോയി കൊണ്ടിരിക്കുന്ന സാധനം. പണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങിന് പകരം ഉപയോഗിച്ചിരുന്നതാണ് അടതാപ്പ്. ഷുഗർ പേഷ്യൻസിന് കഴിക്കാം അടതാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉരുളക്കിഴങ്ങ് പൊതുവെ ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ പറ്റൂല. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാല് അന്യം നിന്ന് പോയ ചെടിയാണ്. ഇത് മഞ്ഞ പപ്പായാണ് എന്ന് വെച്ചാൽ നല്ലൊരു അലങ്കാര ചെടിയായിട്ടൊക്കെ നട്ടു വളർത്താൻ പറ്റിയത്. കണ്ട ഇത് പപ്പായ ഉണ്ടായി വരുമ്പോ തന്നെ നല്ല മഞ്ഞ കളറാണ്. ഇതിന്റെ തണ്ടുകളൊക്കെ നല്ല കണ്ട റെഡ് കളറ്, ഇലകളൊക്കെ ഒരു മഞ്ഞ കളറ്. കണ്ട ഞാനിതൊരു ഗ്രോ ബാഗിലാണ് നട്ടേക്ക്. ഒരുപാട് നാളുകളായിട്ട് ഇത് കായ്ച്ചു തുടങ്ങിയിട്ട്. അപ്പൊ നമ്മുടെ വീട്ടില് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയതാണ് മഞ്ഞ പപ്പായൊക്കെ. നല്ല കഴിക്കാനും ടേസ്റ്റാണ്. ഇതാണല്ലോ എല്ലാവരും തുളസി തറയിലൊക്കെ നടണ തുളസിയിലെ മരുന്നിനൊക്കെ എടുക്കാൻ തുളസിയാണ്. ഇത് ഷുഗർ കപ്പയാണ്. അപ്പൊ നമ്മൾ സാധാരണ കപ്പ ഷുഗർ പേഷ്യൻസിനൊന്നും കഴിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഈ കപ്പ എന്ന് വെച്ചാൽ ഷുഗർ പേഷ്യൻസിനും കഴിക്കാൻ പറ്റിയ കപ്പയാണ്. നമ്മുടെ രീതി നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉള്ള കപ്പ തന്നെയാണ്. അപ്പൊ മണ്ണിന്റെ അടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ പൊതുവെ ഷുഗർ പേഷ്യൻസിന് കഴിച്ചാൽ ഷുഗറിന് ഇത് കഴിച്ചാൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പിന്നെ ഇത് അകത്തിച്ചീരയാണ്. അകത്തിച്ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൈറോയിഡിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. നമ്മ അകത്തിച്ചീരയുടെ ഇല ഈ ഉണക്കി പൊടിച്ച് വെച്ചിട്ട് രാവിലെ തന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയിൽ ചാലിച്ച് കഴിച്ചു കഴിഞ്ഞാല് തൈറോയിഡിനൊക്കെ നല്ല റിസൾട്ടാണ്. തൈറോയിഡ് ഉള്ളവർക്കൊക്കെ അല്ലാണ്ട് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. കണ്ണിന്റെയും പല്ലിന്റെ ഒക്കെ ആരോഗ്യത്തിനൊക്കെ പറ്റിയാണ് ഈ അകത്തിച്ചീര. നമ്മൾ ഇതേപോലെ തളിയുടെ ഇലകളും ഇതുപോലെ പൂവുണ്ടാവും. പൂവൊക്കെയാണ് നമ്മ തോരനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതാണ് പൊന്നാങ്കണ്ണി ചീര. അപ്പൊ പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്കാണ് സംശയം പൊന്നാങ്കണ്ണി ചീര ഏതാണ്. കാരണം പല നിങ്ങൾ വീഡിയോയിലും പല ചീരകൾ കണ്ടിട്ടുണ്ടാവും. ഇതേപോലെ ഇരിക്കുന്ന ചെടി പോലെ ഇരിക്കുന്ന ചീര ഒരു 20ഓളം വെറൈറ്റി ചീരകളൊക്കെ പൊന്നാങ്കണ്ണി പോലെ തന്നെയാണ് ഇരിക്കണം. ഈ പറമ്പിൽ നിൽക്കണ കാട് ചെടി വരെ പൊന്നാങ്കണ്ണി പോലെ ഇരിക്കുള്ളൂ. പക്ഷെ ഒറിജിനൽ പൊന്നാങ്കണ്ണി ചീരയാണ് ഇത്. പൊന്നാങ്കണ്ണി ചീര കണ്ടാൽ നമ്മളിപ്പോൾ കട്ട് ചെയ്യാണ്ട് നിൽക്കുമ്പോഴാണ് ഇതേപോലെ വെളുത്ത പൂക്കൾ. അപ്പൊ ഈ വെളുത്ത പൂക്കൾ വെച്ചിട്ടാണ് ആളുകൾ നോക്കണം. വെളുത്ത പൂവുകൾ ഒരുപാട് ചെടികളുണ്ട്. അപ്പൊ വെളുത്ത പൂവുണ്ടെന്ന് വിചാരിച്ച് പൊന്നാങ്കണ്ണി അല്ല. ഇത് നമ്മൾ നടണ സ്ഥലം അനുസരിച്ചാണ് പൊന്നാങ്കണ്ണി ചീരയുടെ കളറ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിപ്പോ വേറെ കാണിച്ചു തരാം ചീര. ഒരു ഇളം തണലത്ത് നടയാണെങ്കിൽ ഇതിന്റെ കളറ് വേറൊരു കളറിലേക്ക് മാറും. ഇപ്പൊ നല്ല തണലത്താണെങ്കിൽ വേറൊരു കളറിലേക്ക് മാറും. നല്ല അടിയിൽ നല്ല പിങ്ക് കളറൊക്കെ തന്നെ ആയിരിക്കുള്ളൂ പൊന്നാങ്കണ്ണിക്ക്. പിന്നെ പൊന്നാങ്കണ്ണിക്ക് യാതൊരു പരിചരണങ്ങളൊന്നും വേണ്ട. ശരിക്കും പൊന്നാങ്കണ്ണി ചീരക്ക് ഗുണം കൂടുതൽ കിട്ടണമെങ്കിൽ നിങ്ങൾ വളങ്ങളൊന്നും കാര്യമായിട്ട് കൊടുക്കണ്ട. പ്രകൃതിയിൽ നിന്നുള്ള വളങ്ങളൊക്കെ വലിച്ച് വളരണ ചീരക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത്. നമുക്ക് കാര്യമായിട്ട് വളങ്ങളൊന്നും കൊടുക്കാറില്ല. അടിയിൽ നടുമ്പോ ചാണകപ്പൊടിയൊക്കെ ഇട്ട് നടും. പിന്നെ ഒരു വളം കൊടുക്കില്ല, നനച്ചു മാത്രം കൊടുക്കുള്ളൂ. പക്ഷെ ചീര കഴിച്ചിട്ട് ഭയങ്കര റിസൾട്ടാണ്. അപ്പൊ യഥാർത്ഥ ഗുണം കിട്ടണമെങ്കിൽ പ്രകൃതിയിൽ നിന്നുള്ള വളങ്ങൾ വലിച്ചെടുത്ത് ഇപ്പൊ കാട്ടിലൊക്കെ നിൽക്കണ ചെടികൾക്ക് ഭയങ്കര ഔഷധ ഗുണം. ആദിവാസികളൊക്കെ പല മരുന്നുകളൊക്കെ ഉണ്ടാക്കണം. കാരണം അവര് കാട്ടിൽ നമ്മ വളങ്ങളൊന്നും ഇടണില്ല. അത് പ്രകൃതിയിൽ നിന്നിട്ടുള്ള വളങ്ങൾ വലിച്ചിട്ടാണ് ആ ഔഷധ ചെടികളൊക്കെ നിൽക്കണത്.
അതേപോലെ തന്നെ ഒരു ഇത് തന്നെയാണ് ഈ കരിമഞ്ഞൾ, വാടാർ മഞ്ഞൾ, പൊന്നാങ്കണിക്കൊക്കെ നമ്മൾ വളം ചേർക്കേണ്ട. ഒരു വെള്ളം ഇടണം, നനച്ചു കൊടുത്താൽ മാത്രം മതി. എന്നാലാണ് ഗുണം കൂടുതൽ കിട്ടണത്. ഇത് തായ്ലൻഡിന്റെ ഇഞ്ചിപ്പുല്ലാണ്. അപ്പൊ തായ്ലൻഡ് ഇഞ്ചിപ്പുല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ലെമൺ ഗ്രാസ് എന്ന് പറഞ്ഞാൽ നല്ല പൊക്കത്തിൽ പോകും, നല്ല കരി പച്ച കളറായിരിക്കും. ഇത് ഇതേപോലെ ഒരു വൈറ്റ് കളറായിരിക്കും. നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ വളർത്തുക, കൊതുക് വരാണ്ടിരിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് ചായ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം. ഫുഡിലൊക്കെ ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാണ് ഇഞ്ചിപ്പുല്ല്. ഇതേപോലെ നമുക്ക് ചട്ടിയിലൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കണ്ട നല്ലൊരു അലങ്കാര ചെടിയായിട്ട് നിൽക്കുകയും ചെയ്യും. നമുക്ക് ഏറ്റവും ഗുണമുള്ള ചെടികളാണ് ഈ ലെമൺ ഗ്രാസ് എന്നൊക്കെ പറഞ്ഞാൽ. ഇഞ്ചിപ്പുൽത്തൈലെന്ന് കേട്ടിട്ടില്ലേ, അതൊക്കെ ഉണ്ടാക്കണത് ഈ ലെമൺ. ഇതാണ്ട വലിയ ദിപ്പലി. അപ്പൊ വലിയ ദിപ്പലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചുമ, കഫക്കെട്ട്, ജലദോഷമൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാണ്. കുട്ടികളുള്ള വീട്ടിലൊക്കെ നിർബന്ധമായിട്ട് വെച്ചുപിടിപ്പിക്കേണ്ട ഒരു ഔഷധ ചെടിയാണ് ദിപ്പലി. നമുക്ക് പച്ചന് ഉപയോഗിക്കാം. പിന്നെ ഇതിന്റെ പഴുത്ത കായ്കളുണ്ട, ഇപ്പൊ ഉണ്ടായി വരുമ്പോ ഇതേപോലെ പച്ച കളറൊക്കെ ഇരിക്കുള്ളൂ. ഇതൊക്കെ പച്ച കളറുണ്ട. പിന്നെ പഴുത്ത് കഴിയുമ്പോഴാണ് റെഡ് കളർ ആവണത്. നമ്മ ഉണക്കി പൊട്ടിട്ട് ഇന്നിലിട്ട് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ചുമയൊക്കെ വരുമ്പോൾ, ചുമ ഇല്ലെങ്കിൽ നമുക്ക് ചായയിലൊക്കെ ഇട്ടേലും ഉപയോഗിക്കണ്ട. നമുക്ക് ഇതേപോലെ പ്രത്യേകിച്ച് സ്ഥലമൊന്നും വേണ്ട. മതിലൊക്കെ ഉണ്ടെങ്കിൽ മതിലിൽ പടർത്താം, അല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ കുറ്റിയായിട്ട് വളർത്താം. അപ്പൊ ഇതൊക്കെ എല്ലാവരും ഇതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കണ ഇതാണ്. അപ്പൊ ഇതൊക്കെ നമ്മളെ വീടുകളിൽ വെച്ച് പിടിപ്പിച്ചാലും നല്ലതാണ്. ഇതാണ് ആരോഗ്യപ്പച്ച എന്ന് പറയുന്ന ചെടി. എന്ന് വെച്ചാൽ ഇത് കിട്ടാൻ കുറച്ച് പ്രയാസമുള്ള ചെടിയാണ് ആരോഗ്യപ്പച്ച. കണ്ടിതിന്റെ ഇലയാണ് നമുക്ക് മഹർഷിമാരൊക്കെ കഴിച്ചിരുന്ന ഇല എന്ന് പറഞ്ഞത്. കാട്ടിൽ വളരുന്ന ചെടിയാണ്. അപ്പൊ നമുക്ക് കാടിന്റെ ഒരു അന്തരീക്ഷം വേണം ഈ ചെടി വളരണമെങ്കിൽ. പിടിച്ചിട്ടാൻ കുറച്ച് പ്രയാസമാണ്. നല്ല തണലും നല്ലൊരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചെടി പിടിച്ചിട്ടുള്ളൂ. ഇതിന്റെ ഇലയാണ് കഴിക്കണത് കേട്ടാ. ഇല കഴിച്ചാൽ നമുക്ക് നല്ല ശരീരത്തിനൊക്കെ നല്ല ആരോഗ്യമായിരിക്കുള്ളൂ. പിന്നെ ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതാണ്. ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂടാൻ നല്ലതാണ്. റോസ്മേരിയുടെ പ്ലാന്റ് കണ്ട, റോസ്മേരി നമ്മുടെ നാട്ടിൽ പിടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. റോസ്മേരി അറിയാം എല്ലാവർക്കും, നട്ടവർക്കൊക്കെ അറിയാം. നമ്മ ഒരുപാട് ചെടി നട്ട് ഈ മഴ കൊള്ളാൻ പാടില്ല, വെയിൽ കൊള്ളേം വേണം. പിന്നെ നനക്കുമ്പോ നമ്മ ഓർ വെള്ളം ഒഴിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ നട്ട് നോക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതേപോലെ റോസ്മേരി വളർത്താം. നമുക്ക് റോസ്മേരി വാട്ടർ ഉണ്ടാക്കാനും റോസ്മേരി ഓയിൽ ഉണ്ടാക്കാനും നമുക്ക് ഫുഡിലൊക്കെ ചേർക്കാൻ പറ്റിയാണ് റോസ്മേരി. നല്ല സ്മെല്. പിന്നെ ഡിമെൻഷ്യ പേഷ്യൻസ് ഇല്ലേ, അത് ഇപ്പൊ നമ്മൾ റോസ്മേരിയുടെ ഒരു കമ്പ് ഒടിച്ച് ആ റൂമിലൊക്കെ വെച്ചാൽ നല്ല റിസൾട്ടാണ്. അപ്പൊ റോസ്മേരിക്ക് അങ്ങനെ ഒരുപാട് കഴിവുള്ള ചെടിയാണ് റോസ്മേരി. മുള്ളില്ലാത്ത പൈനാപ്പിളാണ്. ഞാൻ ഒരുപാട് പൈനാപ്പിൾ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തൈകളാണ് ഇത് കണ്ട. നമ്മൾ സാധാരണ പൈനാപ്പിളിന്റെ ഇലകളിലൊക്കെ മുള്ളായിരിക്കുമല്ലോ, അതിന് മുള്ളുണ്ടാവൂല. അപ്പൊ നമുക്ക് ഇത് ചെടിച്ചട്ടിയിലും ഒക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ്. നമ്മ പൈനാപ്പിൾ നടാത്തതെന്ന് വെച്ചാൽ മുള്ളുള്ള കാര്യമാണ് എല്ലാവരും നടാത്തത്. പിന്നെ ഇതിന്റെ പൈനാപ്പിള് ഒരു 7 കിലോ വരെ വെയിറ്റ് വെക്കും. ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര ജ്യൂസിയാണ്, നല്ല മധുരമാണ്. അപ്പൊ നമുക്കിത് ചെടിച്ചട്ടിയിലോ ടെറസിലോ ഒക്കെ നട്ടു വളർത്താൻ പറ്റിയ ഒരു പൈനാപ്പിളിന്റെ ഇനമാണിത്. അപ്പൊ ഞാൻ ആദ്യം കൃഷി ചെയ്തത് എന്താന്ന് വെച്ചാൽ പച്ചക്കറി കൃഷിയിലൂടെ ആയിരുന്നു കേട്ടോ തുടക്കം. കാരണം നമ്മുടെ വീട്ടിലേക്ക് എന്നും ആവശ്യമുള്ളതാണ് പച്ചക്കറി. അപ്പൊ അന്ന് പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ എന്നെ എല്ലാവരും കളിയാക്കും, എന്തിനാ വെറുതെ ഈ അഴുക്കൊക്കെ എടുത്ത്. അന്ന് 5 രൂപയോ 3 രൂപയോ കൊടുത്ത പച്ചക്കറി കിട്ടണ കാലഘട്ടം ഒരു 32 വർഷം മുമ്പ്. പക്ഷെ അന്നും എൻ്റെ മനസ്സിലില്ലേ എന്തോ ഞാനിങ്ങനെ വലിയൊരു കൃഷിക്കാരിയാകും എന്നൊക്കെ ഉള്ള എന്തോ ദൈവനിശ്ചയം ഉണ്ടായിരുന്നു. പയറും പീച്ചിലും പാവലും മുളകും ഒക്കെ ഇഷ്ടം പോലെ ടെറസിലൊക്കെ നിറച്ചാണ് ചെയ്തിട്ട് അയൽവാസികൾക്ക് ബന്ധുക്കൾക്കൊക്കെ കൊടുക്കലായിരുന്നു അന്ന് എൻ്റെ ഇത്. അത് ഉണ്ടാക്കി കാണില്ല, അത് മാത്രമാണ് എൻ്റെ സന്തോഷം. അപ്പൊ അതന്നല്ലേ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മ എല്ലാം വിപണനം നമ്മ പഠിച്ച്. കാരണം ഇന്നിപ്പോൾ നല്ല കൃഷിയിലൂടെ നല്ലൊരു വരുമാനം എനിക്ക് കിട്ടുന്നുണ്ട്. എങ്ങനെ നമ്മൾ കൃഷി ചെയ്താൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ എങ്ങനെ വിൽക്കാന്നുള്ളതിന് ഒരുപാട് കസ്റ്റമേഴ്സ്, ഞാൻ പറയല്ല പൊന്നാങ്കണ്ണി ചീര തന്നെ 1.5 ലക്ഷം പേർ കഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആ 1.5 ലക്ഷം കസ്റ്റമേഴ്സ് നമുക്ക് കൂട്ടാലോ, അത്രയും കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് ഈ ചെടി മേടിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ സ്ഥിരം കസ്റ്റമറായി മാറുന്നതാണ്. കാരണം നമ്മുടെ ബിസിനസ്സൊക്കെ അങ്ങനെയാണ്. ശീതകാല പച്ചക്കറികൾ കൃഷി ചെയ്യും. പിന്നെ നമുക്ക് ഇലക്കറികൾ ഇപ്പൊ പോലെ കെയില്, ലെറ്റൂസ്, ജെർജീർ എന്നൊക്കെ പറഞ്ഞ ഇലക്കറികളുണ്ട്. അത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഇലക്കറികളാണ്. നമുക്ക് വെറുതെ പച്ചക്കറി സലാഡൊക്കെ ആയിട്ട് കഴിക്കാം. അതൊക്കെ ഞാനിവിടെ വർഷം മുഴുവൻ കൃഷി ചെയ്യുന്നുണ്ട്. അതിന് ശരിക്കും മഴ കൊള്ളാൻ പാടില്ല. അപ്പൊ ഞങ്ങൾ മഴ കൊള്ളാത്തോടത്ത് വെച്ചിട്ട് അതും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ പലതരം തുളസികൾ ഇട്ടാം. ഈ മാതള നാരങ്ങയുടെ മണമുള്ള തുളസി, ചെറുനാരകത്തിന്റെ മണമുള്ള തുളസി, കർപ്പൂരത്തിന്റെ മണമുള്ള തുളസി, പിന്നെ വിക്സിന്റെ മണമുള്ള തുളസി, മധുര തുളസി, പുതിന,
രാമതുളസി, കസകസൊക്കെ ഉണ്ടാക്കണ തുളസി, അങ്ങനെ ഒരുപാട് വെറൈറ്റി തുളസികൾ ഞാനിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അയമോദകത്തിൻ്റെ മണമുള്ള തുളസി, പിന്നെ ഇഞ്ചിയുടെ മണമുള്ള തുളസി, അങ്ങനെ ഒരുപാട് തരം തുളസികൾ. അപ്പം നമുക്ക് ഒരുപാട് ആവശ്യക്കാരുണ്ട് ഈ തുളസികൾക്കൊക്കെ. പിന്നെ അതേപോലെ തന്നെ ഈ നമ്മുടെ പ്രമേഹത്തിന് പറ്റിയ ഒരുപാട് ചെടികൾ, ഇപ്പം കിരിയാത്ത്, ഇൻസുലിൻ പ്ലാന്റ്, മുള്ളമൃത്, ചിറ്റമൃത്, ഇന്നെല്ലാവർക്കും പ്രമേഹം ആണ്. അപ്പോൾ അതിനൊക്കെ പറ്റിയ ചെടികളെല്ലാം ഞാൻ കൂടുതലുമില്ല ആളുകൾക്ക് ഉപകാരപ്രദമായ ചെടികൾ. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയ ഔഷധ ചെടികളൊക്കെ, അപ്പം അത് നമ്മ ഇനി തിരിച്ചു കൊണ്ടുവന്ന് എല്ലാവരും വീടുകളിൽ വെച്ച് പിടിപ്പിച്ച് നമ്മുടെ ഒരു പഴയ കാലഘട്ടത്തേക്ക് മാറണം എന്നുള്ളൊരു ചിന്താഗതി. പക്ഷക്കാരാണ് ഔഷധ ചെടികൾക്ക്. ഇപ്പോൾ സ്കൂളുകളിൽ ഔഷധ ചെടി വെച്ച് പിടിപ്പിക്കണവർ, ഹോസ്പിറ്റലുകളിൽ ഔഷധത്തോട്ടം ഉണ്ടാക്കണവരൊക്കെ, ഡോക്ടേഴ്സ്, ഒരുപാട് ഡോക്ടേഴ്സാണ് എൻ്റെ കയ്യിൽ നിന്ന് ഈ ഔഷധ ചെടികൾ കളക്ട് ചെയ്യണതും നട്ടുപിടിപ്പിക്കണതും. മരുന്നിൻ്റെ ആവശ്യത്തിന് കുറേ ചെടികളൊക്കെ നമ്മ എല്ലാവരും വിലകളായിട്ട് കൊടുക്കൂല. പിന്നെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായ ഒരുപാട് ചെടികൾ, നീലമരി, ബ്രഹ്മി, കറ്റാർ വാഴ, പിന്നെ അതേപോലെ ചെടികളൊക്കെ ഉണ്ട്. ഈ മുടിയുടെ വളർച്ച, കേശവർദ്ധിനി, അതുപോലെ തന്നെ മുടി വളരണതാണ്. അപ്പം അതൊക്കെ ഞാൻ നട്ടു വളർത്തുന്നുണ്ട്.